ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് വാടിപ്പോകാത്ത മുല്ലപ്പൂക്കൾ ഉണ്ടാക്കിയാലോ. അതും കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഇപ്പോൾ ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്കും ആഗ്രഹമുണ്ട് അത് ഉണ്ടാക്കി നോക്കണമെന്ന്. നമുക്ക് സമയം കിട്ടുമെങ്കിൽ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്രോഷ്യ മുല്ലപ്പൂക്കളാണ്. അപ്പോൾ അതിനായിട്ട് 2 കളറിൽ യാൺ എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള വൈറ്റ് യാണും എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കളേഴ്സൊക്കെ സെലക്ട് ചെയ്യണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരിക. പിന്നെ തിന്നായിട്ടുള്ള യാൺ എടുത്താലാണ് മുല്ലപ്പൂവിന് കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി കിട്ടുക. ഞാൻ ഈ യാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഗ്രീൻ യാൺ എടുക്കുക, സ്ലിപ്പ് നോട്ട് എടുക്കുക. അതിനുശേഷം 101 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ കൊടുത്തേക്കുന്നത്. എത്ര ചെയിൻ വേണമെന്നുള്ളത് നമ്മളെ ഡിസിഷനാണ്. നമുക്ക് എത്ര ലെങ്തിൽ നമ്മുടെ ഈ ഗാർലൻഡ് വേണോ അത്രയും ലെങ്തിൽ എടുക്കുക. ഞാനിവിടെ 101 ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് 100 സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 101ാമത്തെ വിട്ടിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന ചെയിനിലേക്ക് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ 100 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ ഹുക്ക് നമ്മുടെ ആദ്യത്തെ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് ആ 2 സ്റ്റിച്ചിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 101 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ യാൺ ഇങ്ങനെ ചുരുണ്ട് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഗ്രീൻ യാണ് കുറച്ച് ലെങ്ത് ഇട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് യാൺ വെച്ച് പുള്ളി ചെയ്ത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി അടുത്ത യാണ് നമ്മൾ കണക്ട് ചെയ്യാണ്. നമ്മുടെ വൈറ്റ് കളറിലെ യാണ് ഞാനിതൊരു കെട്ടിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, അതിലേക്ക് യോജിപ്പിച്ചേക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യയുടെ ഹാഫാണ്. അപ്പോൾ അതിന് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്ത് നമ്മൾ ആ സെയിം ഹോളിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ചെയിനിൽ 2 ത്രെഡ് ഉണ്ടാവും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, 5 ടൈംസും കൂടെ ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഹുക്കിൽ അപ്പോഴത്തേക്കും നമുക്ക് 6 യാണ് ഉണ്ടാവും. അപ്പോൾ ആ 6 യാണിൽ കൂടെയും നമ്മൾ എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്ത് എടുക്കുക. കൗണ്ട് ചെയ്ത് നോക്കണം എല്ലാ തവണയും 6 ഉണ്ടാവുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു ചെയിൻ ചെയ്യുക. പിന്നെ 3 ചെയിനും കൂടെ ചെയ്ത് എഗെയിൻ സെയിം സാധനം നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുത്ത ചെയിനിലേക്ക് യാൺ ഓവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ക്രോഷ്യയുടെ ഹാഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ത്രെഡിൽ 6 യാൺ ആവും വരെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മൊത്തം യാണിൽ കൂടിയും എന്ത് ചെയ്യണം, നമ്മൾ ഈ യാണിനെ പുൾ ത്രൂ ചെയ്ത് എടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ബഡിനായിട്ടുള്ള ആ ഒരു പോർഷൻ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും 6 ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചെയിൻ അങ്ങോട്ട് നീട്ടി വലിച്ച് പിടിച്ചിട്ട് നമ്മൾ ഹുക്ക് ഊരിയെടുക്കണം. എന്നിട്ട് ആ ഗ്രീൻ നമ്മൾ എവിടെയാണോ ഈ ആദ്യത്തെ ത്രെഡ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ യാണിനെ നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ച് ഇങ്ങോട്ട് പുൾ ത്രൂ ചെയ്താൽ നമ്മുടെ ചെറിയ ഒരു ഫ്ലവർ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതുപോലെ വേണമെങ്കിൽ നമുക്ക് 100 ഇതുപോലത്തെ ബഡ്സ് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് 50 എണ്ണം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു യുക്തി അനുസരിച്ച് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒരെണ്ണം വിട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മടിയുടെ റേഞ്ചൊക്കെ അനുസരിച്ച് ചെയ്തു പോവുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 2 ബഡ്സ് ചെയ്യുന്നതേ കാണിച്ചിട്ടുള്ളൂ. കൂടുതൽ കാണിച്ചാലും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒറിജിനൽ മുല്ലപ്പൂവിനോട് മുട്ട് നിൽക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള മുല്ലപ്പൂക്കൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ അധികം കോസ്റ്റ്ലി ഒന്നും അല്ലാത്ത ത്രെഡ് വെച്ചിട്ട് തന്നെ കുറച്ച് എഫോർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ടൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലിക്കുട്ടി പൂ വെച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമായിട്ടില്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.